പ്രളയത്തിൽ തകർന്ന മുണ്ടക്കയം കീച്ചൻപാറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 11 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ഔദ്യോഗികമായി പാലം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ കീച്ചാമ്പാറ പ്രദേശത്തെ KK റോഡുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാലം 2021 പ്രളയത്തിലാണ് തകർന്നത്. പാലം തകർന്നതോടെ പ്രദേശവാസികൾ മറുകര എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥയിലായിരുന്നു. തുടർന്ന് തകർന്ന ബീമുകൾക്ക് മുകളിൽ തെങ്ങിൻതടികൾ ഉപയോഗിച്ച് നടപ്പാലം നിർമ്മിച്ച് ജനങ്ങൾ മറുകരയെത്തി. എന്നാൽ ഇതും മഴക്കാലത്ത് തകർന്നു. പിന്നീട് പ്രദേശവാസികൾ തന്നെ തടികൾ ഉപയോഗിച്ച് പാലം നിർമ്മിച്ചു. എന്നാൽ കാലപ്പഴക്കത്താൽ ഇതിന്റെ കൈവരികളും നഷ്ടപ്പെട്ട പാലം അപകടാവസ്ഥയിലായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ മഴക്കാലത്ത് ജീവൻ പണയപ്പെടുത്തിയായിരുന്നു പാലത്തിലൂടെ മറുകര എത്തിയിരുന്നത്. ഇത് ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ടും ചെയ്തിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. മുൻപ് പ്രളയത്തിൽ തകർന്നത് കോൺക്രീറ്റ് പാലമായിരുന്നു. എന്നാൽ ഇപ്പോൾ 11 ലക്ഷം വിനിയോഗിച്ച് കേഡർ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 13-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിക്കും. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കീച്ചമ്പാറ ഭാഗത്തെ ആളുകൾ എളുപ്പവഴിയായി KK റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു നടപ്പാലം ഉണ്ടായിരുന്നു. ആ നടപ്പാലം 2021 പ്രളയത്തെ തകർന്നു പോയതിനെ തുടർന്ന് പ്രദേശവാസികൾ വലിയ ദുരിതത്തിലായിരുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ചുറ്റുവളഞ്ഞു വേണമായിരുന്നു സഞ്ചരിക്കുന്നതിന്. അത് പുനർനിർമ്മിക്കണം എന്നത് ഉള്ള ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് MLA ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ആ പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുകയുണ്ടായി. എന്നാൽ നിർമ്മാണത്തിന് അനുമതി കിട്ടുന്നതിനും മറ്റും കുറച്ച് കാലവിളംബമുണ്ടായി. കാരണം ആ പാലം ചെന്ന് ചേരുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും എന്നുള്ള നിലയിൽ അതിന് പ്രത്യേക അനുമതിയും, രണ്ടാമത് പൂഞ്ഞാർ MLA ഫണ്ട് സ്വാഭാവികമായിട്ടും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ പരിപൂർണമായും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രമാണ് നിയമപരമായി വിനിയോഗിക്കാൻ കഴിയുക. അപ്പോൾ ഇത് മറ്റൊരു ജില്ലയിലേക്കും കൂടി മറ്റൊരു നിയമമണ്ഡലത്തിലേക്കും കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതിനാൽ പ്രത്യേക അനുമതി ഗവൺമെൻറ്റിൽ നിന്നും വേണ്ടി വന്നു. അതിനൊക്കെ കുറച്ച് കാലവിളംബം വന്നു. പിന്നീട് കാലാവസ്ഥ പലപ്പോഴും വലിയ മഴക്കാലവും പുഴയിൽ വെള്ളം നിറഞ്ഞു നിന്നതിനാൽ പണികൾക്ക് തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ വിളിച്ച് ഒരു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്ത് വളരെ മനോഹരമായി മുമ്പുണ്ടായിരുന്നതിനേക്കാളും മികച്ച നിലയിൽ വളരെ ഉറപ്പോടും കൂടി കീച്ചമ്പാറ പാലം പുനർനിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 13-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് നിർവഹിക്കപ്പെടുകയാണ്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ, വാർഡ് അംഗങ്ങളായ ജിനീഷ് മുഹമ്മദ്, ജാൻസി VN, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MG രാജു, ചാർലി കോശി, ദിലീഷ് ദിവാകരൻ, അരുൺ കോക്കാപ്പള്ളി, സിജു കൈതമറ്റം, ഷമീർ കൂരിപ്പാറ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.